സ്വാഗതം. ഈ വ്ളോഗിലേക്ക് എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഡിസംബർ 2024 അവസാനത്തെ കുറച്ച് ദിവസങ്ങളിലെ വ്ളോഗാണ്. കുറച്ച് ഗ്ലിംസസ്, കുറച്ച് വിശേഷങ്ങൾ. ഇന്ന് ഹൈവേയിൽ ഡ്രൈവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് പോണ വഴിക്ക് ഗ്യാസ് പിടിക്കണം. ഗ്യാസ് അടിക്കാൻ കയറിയതാണ്. അസാധ്യ തണുപ്പെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് പുറത്ത് നിൽക്കാൻ വയ്യ. അപ്പോൾ തലയും കവർ ചെയ്യാതെ നിൽക്കാൻ പറ്റില്ല, അത്ര തണുപ്പാണ്. പുറത്ത് സ്നോ വീണ് കിടക്കണോണ്ട് അത് എല്ലാം മുട്ടുകയുള്ളൂ. അങ്ങനെ ഹൈവേയിലേക്ക് കയറാൻ പോവാണ്. അയോവ സ്റ്റേറ്റിലെ ഹൈവേ. 1 മണിക്കൂറിന് പോകണം. കുറച്ച് സ്നോ മാത്രം വീണതുകൊണ്ട് ലോക്കൽ റോഡ്സിലേ ഉള്ളൂ. ഹൈവേയിലൊന്നും പ്രശ്നമില്ല. പൊതുവേ അങ്ങനെയാണ്. കൂടുതൽ സ്നോ വീഴുമ്പോൾ മാത്രമേ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുള്ളൂ. അവിടെയും മിക്കവാറും അവരെപ്പോഴും ക്ലീൻ ചെയ്യും. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഹൈവേയുടെ സൈഡിൽ പോലും സ്നോ ഇല്ല. ഇവിടെ നിന്ന് സ്നോ വീണിട്ടേ ഉണ്ടാവില്ല. നമ്മുടെ അവിടെ എങ്ങനെയല്ലേ, മഴ പെയ്യുമ്പോൾ. ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കുന്ന സാധനമാണ് ഈ ഗോതമ്പ് ദോശ. പലർക്കും ഇഷ്ടമേ അല്ല, പക്ഷേ ഞങ്ങൾ വളരെ തിന്നായിട്ട് കഴിക്കും. ഇത് വേറെ ദിവസം. ഗാർബേജും റീസൈക്ലിങ്ങും രണ്ടും വെക്കേണ്ട ദിവസം. വച്ചിട്ട് ആ ചൂടിൽ തന്നെ നടന്നു. അകത്ത് കയറിയാൽ നടക്കാൻ തോന്നിയില്ലെങ്കിലോ. തണുപ്പുണ്ട്. ഇത് ക്രിസ്മസ് തലേന്ന്. അസാധ്യ തണുപ്പാണെങ്കിലും ഞാനങ്ങ് നടന്നു, ഡെക്കറേഷൻസ് കാണാൻ വേണ്ടി മാത്രം. എൻ്റെ മണ്ണുത്തി വെറ്ററിനറി കോളേജ് ക്യാമ്പസ് തൃശ്ശൂരുള്ള ആ ഓർമ്മകളാണ് ഏറ്റവും വന്നത്. കാരൽസ് പാടുന്നതും സാന്റാക്ലാസിന് വേണ്ടി രാത്രി വെയിറ്റ് ചെയ്യുന്നതും ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നതും എത്ര ഓർമ്മകളാണ് എനിക്ക് മണ്ണുത്തിയിൽ. പുൽക്കൂടും സ്റ്റാർലൈറ്റും എണ്ണിയാ തീരില്ല, അത്രയും. ഈ വഴിയിലൊക്കെ നിറയെ കാണുന്നില്ലേ ഇൻഡിവിജ്വൽ മെയിൽ ബോക്സ്. പണ്ട് തൊട്ടേ നമ്മൾ പെയിൻറ്റിങ്ങിലും പോസ്റ്റ് കാർഡിലൊക്കെ കാണുന്ന വളരെ ഭംഗിയുള്ള മെയിൽ ബോക്സുകൾ. പക്ഷേ ഈ നെയ്ബർഹുഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലായിടത്തും ഇതില്ല. ഞങ്ങളൊക്കെ വരുമ്പോൾ ഈ നെയ്ബർഹുഡിൻ്റെ പകുതിയായി കഴിഞ്ഞു. അവിടെയൊക്കെ ഇൻഡിവിജ്വൽ മെയിൽ ബോക്സാണ്. പക്ഷേ കോസ്റ്റ് കട്ടിംഗ് ഒക്കെ ആയിട്ട് ഇതുപോലെ ലെഫ്റ്റിൽ കാണുന്ന പോലെ മെറ്റൽ മെയിൽ ബോക്സായി, കോമൺ മെയിൽ ബോക്സ്. അപ്പോൾ കുറച്ച് വീടുകളുടെ മെയിൽ ബോക്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, പല അപ്പാർട്ട്മെൻറ്റുകളിലുള്ള പോലെ. അതൊരു മെനക്കേട് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് വെച്ചിട്ട് പോകണമെങ്കിൽ അങ്ങനെ മെയിൽ ബോക്സ് ഇല്ല. ഈ മെയിൽ ബോക്സ് ആണെങ്കിൽ എന്ത് സൗകര്യം. ആർക്കെങ്കിലും വെച്ചിട്ട് പോകാം, നമുക്കത് സൗകര്യപ്പോൾ എടുക്കാം. അതൊരു ചെറിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങ് അറ്റം വരെ കണ്ടുകൊണ്ടിരുന്ന സ്ഥലത്ത് മുഴുവൻ ഫോഗ്. നമ്മുടെ ജീവിതം ഏകദേശം ഇതുപോലെയല്ലേ. നമുക്ക് അടുത്ത് മാത്രമല്ലേ കാണാൻ പറ്റൂ. ലൈഫ് ഈസ് ഫുൾ ഓഫ് ഹിഡൻ സർപ്രൈസസ് അല്ലേ. ചിലപ്പോൾ ഷോക്സും ആവാം. ഇതുപോലെ അടുത്തടുത്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. പക്ഷെ നമുക്ക് മുമ്പോട്ട് നടന്നല്ലേ പറ്റൂ. അതാണല്ലോ ലൈഫ്. നമുക്ക് മുമ്പോട്ട് തന്നെ നടക്കാം. രാത്രി കാണുന്ന കാഴ്ചയാണ്. നല്ല ഭംഗിയില്ലേ. എന്നും രാത്രി ഇത് കണ്ടിട്ട് കിടക്കാൻ ശ്രമിക്കും ഞാൻ. ഇന്ന് ഒരു വെളിച്ചമുള്ള ഡിസംബർ ഡേ. ആ സൂര്യനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. ടെമ്പറേച്ചർ താഴെ തന്നെയാണ്. ഈ ഡോഗയ്ക്ക് എന്നെ കണ്ട് നല്ല പരിചയമായിരിക്കും. പക്ഷെ ഓരോ ദിവസവും ആൾക്ക് ഓരോ മൂടാണ്. ആദ്യമേ ഞാൻ പേരങ്ങ് ഇട്ടു. അറിയില്ലല്ലോ ഞാൻ പേരിട്ടുണ്ടെന്ന്. ഇന്ന് ഭയങ്കര കളി മൂടില്ല. അതുകൊണ്ട് എന്നെ മൈൻഡേ ചെയ്യണില്ല. വെറുതെ എന്നെ നോക്കണു, പോണു. ആ ദിവസം പോലെയല്ല ഈ ദിവസം. പിന്നെയും ഫാഗ്, നല്ല ഫാഗ്. എവിടെ നോക്കിയാലും തണുപ്പ്, മഞ്ഞ്. ഈ സ്ട്രീറ്റിൻ്റെ പേര് രസമാണ്, ഹോപ്പ്വെൽ. അത് നല്ലതല്ലേ, ഹോപ്പ് ആൻഡ് വെൽ. നമ്മുടെ ജീവിതത്തിലെ എല്ലാം വല്ലാത്തപ്പോഴും പേര് കൊള്ളാമല്ലേ, ഹോപ്പ്വെൽ.
നമ്മുടെ ലൈഫിൽ പലതും നടക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ചെപ്പക്കുറ്റിക്ക് കൊടുക്കാൻ തോന്നുന്നൊക്കെ നമ്മൾ പറയും. അതൊരു മനുഷ്യനാണെങ്കിൽ ചെയ്യാം, ആണായാലും പെണ്ണായാലും ഏത് ജെൻഡറാണെങ്കിലും. ജീവിതം തന്നെ അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ജീവിതം തന്നെ നമ്മുടെ തെക്ക് വടക്കെന്ന് പറഞ്ഞിട്ട് അടി തരുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ ഹോപ്പിൽ കൂടെ നടക്കുക, ഹോപ്പ് ഉണ്ടാക്കുക. ഇങ്ങനെ വളരെ സെൻസില്ലാതെയോ സെൻസിബിളാണെന്ന് തോന്നാം ചിലർക്ക്. ആ ചികിട്ടത്തടി ഉണ്ടല്ലോ, അടി 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 കിട്ടുമ്പോൾ ഈ തണുപ്പത്ത് നമ്മുടെ മുഖം അല്ലെങ്കിൽ ചുമക്കില്ലേ, ആ അടി കൊണ്ടിട്ട് ചുമന്നിട്ട് തളർന്നിട്ട് നമുക്ക് അവിടെ കിടക്കാൻ പറ്റുമോ? അപ്പോൾ ജീവിതം തന്നെ നമ്മളെ പുച്ഛിക്കില്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? എണിച്ച് മുമ്പോട്ട് തന്നെ നടക്കണം. അല്ലാതെ നമുക്ക് ഓപ്ഷനുണ്ടോ? ഒരു ഓപ്ഷനുമില്ല. അതാണ് ജീവിതം. കുറച്ച് ഫിലോസഫി കൂടുതലാണ്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യുക, ഭരതനാട്യം ചെയ്യുക, ഈശ്വരനെ അർപ്പിക്കുക, ഒന്നും നമ്മുടെ ജീവിതമെല്ലാം പെർഫെക്റ്റായിട്ടല്ല, പെർഫെക്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടുമല്ല, നന്നായിട്ട് തന്നെ പോകട്ടെ എന്നൊരു ഹോപ്പ്. അതാണ് ഹോപ്പ് വെൽ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അടുത്ത ദിവസമാണ് എൻ്റെ ഫ്രണ്ട് എത്തി. ഇന്ന് ഫോമിലാണല്ലോ. കഴിഞ്ഞ ദിവസം കുറച്ചില്ലല്ലോ, എന്നെ അടുത്ത് കണ്ടിട്ട് കുറച്ചില്ല. എന്നെന്ത് പറ്റി? ഇന്ന് മാമ കിട്ടിയില്ലേ? ഡോഗ് ആയതുകൊണ്ട് മൂഡ് മാറുമ്പോഴും ക്യൂട്ടാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.